ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമ്മുടെ കുഞ്ഞുങ്ങളൊക്കെ സ്കൂൾ വിട്ട് വരുന്ന സമയത്ത് അവർക്ക് ചായയുടെ കൂടെ കൊടുക്കാൻ പറ്റുള്ള നല്ലൊരു അടിപൊളി ടേസ്റ്റുള്ള ഒരു കേക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ വീഡിയോ നിങ്ങൾ മുഴുവൻ സ്കിപ്പ് ചെയ്യാതെ കണ്ട് ഒന്ന് സപ്പോർട്ട് ചെയ്യണം. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് എല്ലാവരും വീഡിയോ കണ്ടിട്ട് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കി എടുക്കുന്നത് എന്ന് നമുക്ക് നോക്കാം. അപ്പം ഞാൻ ഇതിവിടെ ഒരു മിക്സിയുടെ ജാർ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്കൊരു 3 മുട്ട പൊട്ടിച്ചൊഴിച്ച് കൊടുക്കാം. പിന്നെ ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് മൈദയാണ്. 1/2 കപ്പ് മൈദ കൂടി ചേർത്ത് കൊടുക്കുക. ഞാൻ ഇവിടെ 1/4 കപ്പിനായിട്ട് എടുക്കുന്നത്, അതുകൊണ്ടാണ് 2 പ്രാവശ്യമായിട്ട് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അടുത്തതായിട്ട് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ബദാം മിക്സില്ലേ, നമ്മുടെ ബദാമിൻ്റെ ആ ഒരു ഡ്രിങ്കൊക്കെ തയ്യാറാക്കുന്ന ആ ഒരു മിക്സ് പാക്കറ്റിൽ വരുന്നത്. അത് ഞാൻ ഇവിടെ ഒരു 2 പാക്കറ്റാണ് എടുത്തിട്ടുള്ളത്. 2 പാക്കറ്റ് 1/4 കപ്പ് അളവാട്ടാ. അങ്ങനെ അതും കൂടി ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഒപ്പം തന്നെ ഇതിലേക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഞാൻ ഇവിടെ ഒരു 3 ടീസ്പൂൺ പഞ്ചസാരയെ ചേർത്ത് കൊടുക്കുന്നുള്ളൂ. നിങ്ങൾക്ക് നല്ല മധുരം വേണമെന്നുണ്ടെങ്കിൽ കുറച്ചധികം പഞ്ചസാര ചേർത്ത് കൊടുക്കാം. പിന്നെ നമ്മൾ എടുത്തിട്ടുള്ള ആ ഒരു ബദാം മിക്സിൽ അത്യാവശ്യം മധുരം ഉണ്ട് കേട്ടോ. ഇനി ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് 1 ടേബിൾ സ്പൂൺ ഓയിലാണ്. ഇനി നമുക്കിതിലേക്ക് 2 ടേബിൾ സ്പൂൺ പാൽ കൂടി ഒഴിച്ചു കൊടുക്കാം. പിന്നെ ഞാൻ ഇതിലേക്ക് ഏലക്കായ പൊടിയോ എസൻസോ ഒന്നും ചേർത്ത് കൊടുക്കുന്നില്ല. നമ്മൾ എടുത്തിട്ടുള്ള ആ ഒരു ബദാം മിക്സിൽ ഏലക്കായ ചേർത്തിട്ടുള്ള ആ ഒരു മിക്സാണ്. ഇനി ഞാൻ ഇതെല്ലാം കൂടി നല്ലതുപോലെ ഒന്ന് അടിച്ചെടുത്തിട്ട് വരാം. അങ്ങനെ ഞാൻ ഇതെല്ലാം കൂടി നല്ലതുപോലെ തന്നെ ഇവിടെ അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഞാൻ ഇതിവിടെ കേക്ക് ബേക്ക് ചെയ്യുന്ന ആ ഒരു ടിന്നിലേക്ക് കുറച്ച് ഓയിലൊന്ന് തടവി കൊടുത്തതിന് ശേഷം കുറച്ച് മൈദ ഒന്ന് ഇട്ടിട്ട് ഒന്ന് തട്ടിക്കൊടുത്തിട്ടുണ്ടേനു കേട്ടോ. നിങ്ങൾക്ക് വേണമെങ്കിൽ ബട്ടർ പേപ്പർ വിരിച്ചു കൊടുത്താലും മതിയേ. അങ്ങനെ ഞാൻ ഇതിലേക്ക് മുഴുവനും ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇതുപോലെ ഒന്ന് നന്നായിട്ടൊന്ന് തട്ടിക്കൊടുക്കുക. എന്നിട്ട് ഞാൻ ഇതിലേക്ക് കുറച്ച് ബദാം കൂടി ഒന്ന് കട്ട് ചെയ്തിട്ട് ഇതിൻ്റെ മുകളിലായിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിത് ബേക്ക് ചെയ്തെടുക്കാം. അപ്പം ഞാൻ ഇതിവിടെ ഒരു പഴയ പാത്രം സ്റ്റൗവിലേക്ക് വെച്ച് കൊടുത്തിട്ട് ഒരു 5 മിനിറ്റ് മുന്നേ ഒന്ന് ഫ്ലെയിം ഓൺ ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. നമ്മൾ എന്താ പറയുക, ഓവണെല്ലാം പ്രീ ഹീറ്റ് ആയില്ലേ, അതുപോലെ ഒന്ന് നന്നായിട്ട് ചൂടാക്കി എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ മുകളിലായിട്ട് നമുക്ക് ഈ ഒരു പാത്രം വെച്ച് കൊടുക്കാം. ഇതിന് മൂടി വെച്ചിട്ട് ഒരു 30 മിനിറ്റ് നമുക്ക് ബേക്ക് ചെയ്തെടുക്കാം. അപ്പോൾ 30 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ കേക്ക് ഇവിടെ ഒരു പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ആ ഒരു പാത്രത്തിൽ നിന്ന് എടുക്കുന്ന ആ ഒരു വീഡിയോയിൽ എൻ്റെ കയ്യിൽ നിന്ന് മിസ്സായി പോയതാണ്. പിന്നെ നമ്മൾ 3 മുട്ട വെച്ചിട്ടല്ലേ തയ്യാറാക്കിയിട്ടുള്ളത്. ആ ഒരു കനത്തിന് നന്നായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. പിന്നെ നമ്മൾ ബീറ്റർ വെച്ചിട്ടാണ് ചെയ്യുന്നതെങ്കിൽ കുറച്ചുകൂടി ഒന്ന് പൊങ്ങിക്കിട്ടും കേട്ടോ. അതുപോലെ തന്നെ ഞാൻ ഇതിലേക്ക് എന്താ പറയുക, ബേക്കിംഗ് സോഡയോ ബേക്കിംഗ് പൗഡറോ ഒന്നും തന്നെ ചേർത്ത് കൊടുത്തിട്ടും ഇല്ല. അപ്പോൾ ഈ ഒരു കറക്റ്റ് അളവിൽ നിങ്ങൾക്ക് 3 മുട്ടക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റും. ഇനി ഞാൻ ഇത് മുറിച്ചിട്ട് കാണിക്കാം കേട്ടോ. അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കണ്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അതുപോലെ തന്നെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടമാവുകയെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും മറക്കരുത്. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എപ്പോഴും പറയുന്നത് പോലെ തന്നെ നിങ്ങളുടെ കുക്കിംഗ് ഇഷ്ടപ്പെടുന്ന എല്ലാ ഫ്രണ്ട്സിനും അതുപോലെ ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്ത് സപ്പോർട്ട് ചെയ്യണേ. പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്കിനി വീണ്ടും കാണാം.